ബി2എസിലെ സൺഷൈൻ എന്നറിയപ്പെടുന്ന ഹോബിയുടെ ലൈഫ് സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് അലക്സ എൽബി വ്ളോഗ്സ്. 1994 ഫെബ്രുവരി 18 സൗത്ത് കൊറിയയിലെ ഗ്രൗഞ്ചോയിൽ ആണ് ഹോബി ജനിക്കുന്നത്. അച്ഛൻ, അമ്മ, മൂത്ത സഹോദരി അടങ്ങുന്നതാണ് ഹോബിയുടെ കുടുംബം. സ്വന്തം സന്തോഷങ്ങൾ മാറ്റി നിർത്തി മറ്റുള്ളവരുടെ സന്തോഷത്തെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരാളും കൂടിയാണ് നമ്മളെ ഹോബി. മറ്റുള്ള മെമ്പേഴ്സിന്റെ അഭിപ്രായത്തിൽ ഗ്രൂപ്പിൽ എൻജോയ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നമ്മളെ ഹോബി. ബി2എസ് ചേരുന്ന മുമ്പ് നൂറോ എന്ന അണ്ടർഗ്രൗണ്ട് ഡാൻസ് ടീമിന്റെ ഭാഗമായിരുന്നു ജെഹോപ്പ്. ബി2എസിന്റെ ഡെബ്യൂട്ടിന് മുമ്പ് തന്നെ നൃത്തത്തിന്റെ വൈവിധ്യം കൊണ്ട് പ്രശസ്തനായിരുന്നു നമ്മളെ ഹോബി. 2008 ഒരു പ്രാദേശിക ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും അതിൽ 1ാം സ്ഥാനം നേടുകയും ചെയ്തു. ഇങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഡാൻസിങ്ങിലെ അദ്ദേഹത്തിന്റെ കഴിവുകൾ പിന്നീട് റാപ്പിംഗിലേക്കും സിംഗിങ്ങിലേക്കും താല്പര്യം ഉണ്ടാക്കുകയും ചെയ്തു. ഒരു ഐഡൽ ട്രെയിനി എന്ന നിലയ്ക്ക് ഓഡീഷനിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് JYP കമ്പനിയുമായി ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും സെലക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ബിഗിറ്റ് എന്റർടൈൻമെന്റ് നടത്തിയ ഓഡീഷനിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് സെലക്ട് ആവുകയും ചെയ്തു. 2018 ജൂൺ 13 ബി2എസിന്റെ ഭാഗമായിട്ടുള്ള തന്റെ ഫസ്റ്റ് ഡെബ്യൂ പെർഫോമൻസ് ആയിട്ടുള്ള ടു സ്കൂൾ ഫോർ സ്കൂൾ എന്ന സിംഗിൾ ആൽബത്തിന് നോ മോർ ഡ്രീമിൽ പെർഫോം ചെയ്തു. ഒരു ട്രെയിനി എന്ന നിലയ്ക്ക് 2012 പുറത്തിറങ്ങിയ ജോൺ കോണിന്റെ ആനിമൽ എന്ന സോങ്ങിൽ റാപ്പറായിട്ട് പ്രതീക്ഷപ്പെട്ടിരുന്ന ജെഹോപ്പ്. ആർഎമ്മിനും ഷുഗയ്ക്കും ശേഷം ഗ്രൂപ്പിൽ ചേരുന്ന മൂന്നാമത്തെ അംഗം ഹോബിയാണ്. ബി2എസിന്റെ ഡിസ്കോഗ്രാഫിലും ഓരോ ആൽബത്തിന്റെ ക്രിയേഷനും വളരെയധികം പങ്കാളിയാണ് അദ്ദേഹം. 2019 ജൂൺ 14 ബി2എസ് വേൾഡ് മൊബൈൽ ഗെയിമിന് വേണ്ടി ദേ ബ്രൈറ്റ് ന്യൂ ഡേ എന്ന ഓഡിയോ ട്രാക്കിന് വേണ്ടി ജെഹോപ്പും വിയും സാറ ലാർസനുമായിട്ട് സഹകരിച്ചിരുന്നു. ജെഹോപ്പിന്റെ ഫസ്റ്റ് സോളോ മിസ്റ്റേപ്പ് ആയിട്ടുള്ള ഹോപ്പ് വേൾഡ് ലോകം എമ്പാടും റിലീസ് ചെയ്യുന്നത് 2018 മാർച്ച് 9 അതിലെ ഡേ ഡ്രീം എന്ന ടൈറ്റിൽ ട്രാക്കിന് അന്ന് മ്യൂസിക് വീഡിയോയും കൂടെ ചെയ്തിരുന്നു ഹോബി. അതിനുശേഷം എയറോപ്ലെയിൻ ട്രാക്കിന് ഒരു ബി സൈഡും കൂടെ മാർച്ച് 9 റിലീസ് ചെയ്തിരുന്നു. 2019 ജെഹോപ്പിന്റെ ഫ്രീ കൊളാബറേഷൻ സിംഗിൾ ആയിട്ടുള്ള ചിക്കൻ നൂഡിൽ സൂപ്പ് സെപ്റ്റംബർ 27 അമേരിക്കൻ സിംഗർ ആയിട്ടുള്ള ഡെക്കി ജിയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു. ആ ട്രാക്കിന് ബിൽബോർഡ് ഹോട്ട് 100 ചാർട്ടിൽ 81ാം സ്ഥാനവും 9.7 മില്യൺ സ്ട്രീമിങ്ങും 11K ഡൗൺലോഡും ലഭിച്ചിരുന്നു. അന്ന് ഒരു സോളോ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഹോട്ട് 100 ചാർട്ടിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ബി2എസിലെ അംഗമാണ് ഹോബി. സായിക്കും സീലിനും ശേഷം കൊറിയത്തെ മൂന്നാമത്തെ സോളോ ആർട്ടിസ്റ്റ് ആയിട്ടാണ് അന്ന് ഹോബിയെ രേഖപ്പെടുത്തിയത്. വേൾഡ് ഡിജിറ്റൽ സോങ് ചാർട്ട് ചിക്കൻ നൂഡിൽ സൂപ്പ് 1ാം റാങ്ക് നേടുകയും 2018 ഡേ ഡ്രീമിന് ശേഷം അദ്ദേഹത്തിന് സെയിം റാങ്ക് ലഭിക്കുന്ന രണ്ടാമത്തെ സോങ് ആണ് ചിക്കൻ നൂഡിൽ സൂപ്പ്. അദ്ദേഹത്തിന്റെ സ്റ്റേജ് നെയിമായിട്ടുള്ള ജെഹോപ്പ് എന്ന പേര് വന്നത് തൻ്റെ ഫാൻസിന് വേണ്ടി പ്രതീക്ഷയുള്ള ഒരാളായിട്ട് സ്വയം മാറാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് ആ പേര് ലഭിച്ചത്. ഹോബിയുടെ ഡാൻസിങ്ങും സിംഗിങ്ങും റാപ്പിങ്ങും എല്ലാം വളരെ എനർജറ്റിക് തന്നെയാണെന്ന് പറയാം. ഒരു ഐഡൽ അദ്ദേഹത്തിന്റെ കരിയറിൽ നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്ന ഗൗരവമേറിയ വിഷയം വരികളിൽ രസകരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ബിൽബോർഡ് മാസിക അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ആധുനിക തലമുറയെ പ്രതിനിധീകരിക്കുക എന്ന ആശയം ബി2എസിന്റെ സംഗീതത്തെയും അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. മാർച്ച് 1 അദ്ദേഹത്തിന്റെ മിസ്റ്റേപ്പ് ആയിട്ടുള്ള ഓഫ് വേൾഡ് പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയെയും പേഴ്സണാലിറ്റിയും വരച്ചു കാട്ടിക്കൊണ്ടുള്ള മിസ്റ്റേപ്പ് ആയിരുന്നു ഹോപ്പ് വേൾഡ്. 2020 ജനുവരി 6 ഹോബിയും ഷുഗയുടെ കൂടെ കൊറിയൻ മ്യൂസിക് കോപ്പിറൈറ്റ് അസോസിയേഷന്റെ ഫുൾ മെമ്പറായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. 2018 സൗത്ത് കൊറിയൻ പ്രസിഡന്റ് നൽകുന്ന 5th ക്ലാസ് ഗവൺ ഓർഡർ കൾച്ചറൽ മെറിറ്റ് അവാർഡ് ബി2എസിലെ മറ്റ് അംഗങ്ങളെ പോലെ അന്ന് ജെഹോപ്പിനും ലഭിച്ചിരുന്നു. തങ്ങളുടെ വിജയത്തിനനുസരിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനും കഷ്ടപ്പെടുന്നവർക്കും ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ബി2എസിലെ ഓരോ അംഗങ്ങളെന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. 2019 ഫെബ്രുവരി 18 ജെഹോപ്പ് സ്റ്റുഡൻസിന് സഹായിക്കുന്ന സംഘടനയായ സൗത്ത് കൊറിയൻ ചൈൽഡ് ലൈൻ സംഘടനയ്ക്ക് $89,000 ഡൊണേഷൻ ചെയ്തു. മുമ്പ് അതേ സംഘടനയ്ക്ക് $133,000 2018 ഡിസംബറിൽ ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. തന്റെ ഡൊണേഷൻ എല്ലാം ഡയറക്റ്റായി കീപ്പ് ചെയ്യണമെന്ന് അന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ബി2എസിൽ കാതുകുത്താത്ത ഒരേ ഒരു വ്യക്തി ഹോബിയാണ്. അദ്ദേഹത്തിന്റെ സോളോ സോങ് ആയ മാമ എന്ന സോങ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. എപ്പോഴും ഒരു നിഷ്കളങ്കമായ ചിരിയും പോസിറ്റീവ് എനർജിയും കീപ്പ് ചെയ്യുന്ന ഹോബി ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു.
2015 ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൂമെന്റ് എന്ന ലൈഫിലെ കൺസേർട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹോബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാരൻസിന് അഭിമാനിക്കാൻ പറ്റിയൊരു മകനായി മാറിയെന്ന്. ജേഹോപ്പിന്റെ ഫാദർ ഒരു ലിറ്ററേച്ചർ പ്രൊഫസറായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഒരു ഐഡൽ ലൈഫ് തിരഞ്ഞെടുക്കുന്നതോട് തീരെ താല്പര്യമില്ലായിരുന്നു. ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം ഉള്ളിൽ അടക്കിക്കൊണ്ട് തൻ്റെ കഴിവുകളെല്ലാം പുറത്തിറക്കിക്കൊണ്ട് ഒരു സക്സസ്ഫുൾ ആയ ഒരു ഐഡലായി മാറി കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. BTSലെ അഗ്ലി ഐഡൽ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. BTSന്റെ നിലനിൽപ്പിനെ ബാധിക്കാതെ BTSനെ വിട്ട് പുറത്തു പോകാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അന്ന് ജേഹോപ്പിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. സൈബർ ബുള്ളിങ്ങിന് ധാരാളം വിധേയമായ വ്യക്തിയും കൂടിയാണ് ജേഹോപ്പ്. അദ്ദേഹം BLI ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ടാലന്റഡ് ഇല്ല, BTSൽ വരേണ്ട ആളല്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ മോശം കമന്റുകൾ ഇടുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാലത്തേക്ക് BLI ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ സൈബർ ബുള്ളിങ്ങും ടോർച്ചറും ബുള്ളിങ്ങും ഒന്നും സഹിക്കാൻ പറ്റാതെ ഡെബ്യൂട്ടിന് മുമ്പ് തന്നെ അദ്ദേഹം BTS വിട്ട് പുറത്തു പോയിരുന്നു. പിന്നീട് BTSന്റെ മറ്റു മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലും ടാലന്റും മനസ്സിലാക്കി പിന്നീട് തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത്. ഹോബിയുടെ അമ്മ ഒരുപാട് സപ്പോർട്ടീവായ ഒരു വ്യക്തിയായിരുന്നു. പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് ഡെബ്യൂട്ടിന് മുമ്പ് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുമായിരുന്നു അമ്മ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വേണ്ടി മാമ എന്ന സോങ് ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതിയത്. ഡെബ്യൂട്ടിന് ശേഷം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗ്രൂപ്പ് മെമ്പേഴ്സ് സർപ്രൈസ് ചെയ്തത് അദ്ദേഹത്തിന്റെ പാരന്റ്സിന്റെ വീഡിയോ ലെറ്റേഴ്സ് കൊണ്ടായിരുന്നു. വീഡിയോയിൽ തന്റെ അച്ഛനെ കണ്ടപ്പോൾ ഹോബി പൊട്ടിക്കരഞ്ഞിരുന്നു. അദ്ദേഹം ഹാർഡ് വർക്കറായ ഒരു പ്രൊഫഷണലിസ്റ്റ് ആയതുകൊണ്ട് ബോയ് ലവ് എന്ന വീഡിയോ ഫിലിം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ബോധരഹിതനായി വീഴുകയും ചെയ്തിരുന്നു. ഡെബ്യൂട്ടിന് മുമ്പ് അദ്ദേഹം സ്റ്റേജ് നെയിമായിട്ട് സെലക്ട് ചെയ്തത് സ്മൈൽ ഹോയ എന്ന നെയിമായിരുന്നു. മിഡിൽ സ്കൂൾ ടൈമിൽ ഒരു പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയർ ആകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പഠിക്കുന്ന സമയത്ത് മാത്സ് തീരെ ഇഷ്ടമല്ലാത്ത വ്യക്തിയായിരുന്നു ഹോബി. എക്സസൈസും ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. കൊറിയോഗ്രാഫിയുടെ സമയത്തും അത് മറ്റുള്ള അംഗങ്ങളെ പഠിപ്പിക്കുമ്പോഴും വലിയ പങ്കുള്ളത് കൊണ്ട് മാനേജർ ജങ്ക് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. സൂചി വളരെ പേടിയുള്ള വ്യക്തിയാണ് ഹോബി. ആക്ടറും റെസ്ലറുമായ ജോൺ സീനയുടെ ഫേവറേറ്റ് BTS മെമ്പറാണ് ഹോബി. അദ്ദേഹത്തിന് നിക്കി എന്ന പേരുള്ള ഒരു ഡോഗുമുണ്ട്. ജേഹോപ്പിന്റെ അഭിപ്രായത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഫാമിലി, ഹെൽത്ത്, ലവ് എന്നതൊക്കെയാണ്. കൊറിയയെ സംബന്ധിച്ച് ഒരു ഐഡൽ ലൈഫ് തിരഞ്ഞെടുക്കുന്നത് വളരെ നിർണായകരമായ ഒരു തീരുമാനമാണ്. പലരും ആ ലൈഫിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് അതിൽ സക്സസ്ഫുൾ ആവുന്നത്. അതുകൊണ്ട് ആണ് ജേഹോപ്പിന്റെ അച്ഛൻ ആദ്യം ആ ലൈഫിനെ എതിർത്തത്. അദ്ദേഹത്തിന്റെ ഫാഷനും പൊട്ടൻഷ്യലും അദ്ദേഹത്തിന്റെ ഫാൻസിന് വേണ്ടി മാറ്റിവെച്ച് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഐഡലായി മാറി. അതുമാത്രമല്ല BTSലെ ഏറ്റവും കൂടുതൽ നെറ്റ്വർത്തുള്ള സമ്പന്നനായ വ്യക്തിയാണ് ഹോബി. ഒരു ടൈമിൽ ടോർച്ചറിങ്ങും പാഷ്വാലിറ്റിയും അഗ്ലി ഐഡൽ നിന്നുള്ള വിളിയും എല്ലാം നേരിട്ട അദ്ദേഹം ഇന്ന് കാണുന്ന ലോകം മുഴുവനും അറിയപ്പെടുന്ന ഐഡലായി മാറിയത് അദ്ദേഹത്തിന്റെ പാഷന് വേണ്ടി അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ്. ജേഹോപ്പിന്റെ ലൈഫ് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.